വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സ്വയം ഉപദ്രവിക്കുക. ഡെലിബ്രേറ്റ് സെൽഫ് ഹാം എന്ന് പറയും. സ്വയം മുറിവേൽപ്പിക്കുക, കയ്യിൽ ബ്ലേഡ് കൊണ്ട് മുറിവേക്കുക. പണ്ട് കയ്യിലാണെങ്കിൽ അത് കൂടുതലും ചെയ്യുന്നത് തൊടയിലാണ്, കാരണം കാണുമെന്ന് വിചാരിച്ചു. ഇതെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചായിട്ടും പലപ്പോഴും രക്ഷിതാക്കൾ കാണുന്നുണ്ടാവും. നിങ്ങളങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞ്. നിർഭാഗ്യമെന്ന് പറയാം, എൻ്റെ ഒ പിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് കുതിരോട്ട ഹോസ്പിറ്റലാണ്, ഒരു ഒ പിയിൽ എല്ലാ ദിവസവും ഒരു കേസെങ്കിലും ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നൊരു കുട്ടി ഭയങ്കര സങ്കടത്തിലായിരുന്നു. കൈ മുറിച്ചപ്പോൾ കുട്ടി വിചാരിച്ച് ചെറുതായിട്ടൊന്ന് കോറി അമ്മയെ പേടിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ സങ്കടം പറയാം. പക്ഷെ എടുത്ത ബ്ലേഡ് മാറിപ്പോയി, പുതിയ ബ്ലേഡായിരുന്നു. കൈ അങ്ങ് മുറിഞ്ഞുപോയി. അമ്മയെ ഒന്ന് കരഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ സമയത്ത് അവർ പറഞ്ഞു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒ പി കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടി പറയാണ്, സാർ ഞാൻ ജസ്റ്റ് ഒന്ന് സങ്കടം സഹിക്കാൻ വയ്യാത്തപ്പം കൈയൊന്ന് മുറിച്ചത് എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ട്, ചെയ്തതാണ്. പക്ഷേ എൻ്റെ അമ്മ പറയാണ്, ജീവിതത്തിലേ പരാജയപ്പെട്ടു, ഇതെങ്കിലും വൃത്തിയായി ചെയ്യാമായിരുന്നില്ലേ. ഇതാണ് നമ്മൾ രക്ഷിതാക്കളുടെ അവസ്ഥ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കുട്ടി അങ്ങനെ സ്വയം ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, സ്വയം മുറിവേൽക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൻ്റെ സങ്കടം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാനസികമായി പ്രകടിപ്പിക്കാൻ കുട്ടി ശ്രമിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വന്ന് നേരെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. തലവേദന എന്ന് പറയുന്നുണ്ട്, ഭക്ഷണം വേണ്ട എന്ന് പറയുന്നുണ്ട്, ഒന്നിനും ഇഷ്ടമില്ല എന്ന്. അതൊക്കെ വിഷാദത്തിൻ്റെയും ഡിപ്രഷൻ ലക്ഷണങ്ങളായിരുന്നു. ഇതൊന്നും നമ്മൾ കാണാതെ പോയി. ഇനി എന്താ മെത്തേഡ്? എൻ്റെ മനസ്സിൻ്റെ സങ്കടം പുറത്ത് കാണിക്കാൻ വേണ്ടി അതൊരു ഫിസിക്കൽ കൺവേർഷനായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആക്ച്വലി ഇത് ഒരിക്കലും അറ്റൻഷൻ സീക്കിംഗ് ആയി ചെയ്യരുത്. പ്രത്യേകിച്ച് ചില പ്രത്യേകം വൾണറബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള കുട്ടികൾ ഇത് കൂടുതൽ ചെയ്യുമെന്നിരിക്കെ, പക്ഷെ നമ്മളെ കൗമാരപ്രായക്കാർക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പല കുട്ടികളും കഴിഞ്ഞ വർഷം തൃശ്ശൂർ ജില്ലയിൽ ഞാൻ നടത്തിയൊരു പഠനത്തിൽ ഹൈസ്കൂൾ കുട്ടികൾ 14 കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ആത്മഹത്യക്ക് മുമ്പ്, സൂയിസൈഡ് ചെയ്യുന്ന സ്വയം മരിക്കുന്നതിന് മുമ്പ് അവർ ഈ ലക്ഷണങ്ങൾ കാണിക്കുമായിരുന്നു. ഇത് അവരെ കൂട്ടുകാരും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കാതെ പോയി. ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അത്രയും സംഘർഷഭരിതമാണ്. അവർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. നോക്കൂ അമ്മ, എന്നെ ഒന്ന് കേൾക്കൂ, അച്ഛ എന്നെ ഒന്ന് കേൾക്കൂ എന്ന് അവർ പറയുന്നുണ്ടാവും. നിങ്ങൾ കേൾക്കുന്ന, നേരത്തെ മാഡം പറഞ്ഞു, നിങ്ങൾ അവരെ കേൾക്കുക എന്നുള്ളത് ഉത്തരം പറയാനല്ല. അവർ പല കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങളേത് ഉത്തരം കിട്ടുന്നത് പ്രതീക്ഷയല്ല. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. ഇൻ്റർനെറ്റ് അഡിക്ഷന് വിധേയമായ കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ മനസ്സിലായത്, അവർക്ക് ആരും അവരെ കേൾക്കാൻ ആളില്ല. ഉത്തരം പറയാനും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്, അവർ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഉള്ള പേരറിയാത്ത ഒരു ചേട്ടനുമായി കമ്പനിയായിട്ട് അവസാനം അഡിക്റ്റായി കേസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും സെൽഫ് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവരുടെ മാനസിക സംഘർഷത്തിൻ്റെ ഒരു ലക്ഷണമാണത്. അത് ശ്രദ്ധ കിട്ടുന്നില്ല. ഒരു കുട്ടി അങ്ങനെ പറയുന്നുണ്ട്, നോക്കൂ, അറ്റൻഷൻ സീക്കിങ് ആണെങ്കിൽ തന്നെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിൽ എന്തോ സംഘർഷമുണ്ട്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ പറയാം, എനിക്ക് വയറുവേദനയുണ്ട് അല്ലേ അമ്മ, എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടെന്ന് തലേ കൈവച്ച് കുട്ടി പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വയറുവേദന ഉണ്ടാവില്ല, പക്ഷേ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ട്. പോകുന്ന സ്കൂൾ ബസ്സിലോ സ്കൂളിലോ തിരിച്ചു വരുന്ന വഴിയിലോ കുട്ടിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാകുന്നില്ല. അതാണ് കേൾക്കേണ്ടത്. ആ വയറുവേദന ഇല്ല എന്ന് പറഞ്ഞ് കുട്ടിയെ ചൂടാക്കി പറഞ്ഞേക്കുന്നതിന് മുമ്പായിട്ട് എന്താ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കലാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം. കാരണം 2025 വേൾഡ് WHO കണക്ക് പ്രകാരം 5-1 കുട്ടിക്ക് മാനസികമായ അസ്വസ്ഥതയുണ്ട്. അത് 100-1 കുട്ടിക്കായിരുന്നു മുമ്പ്, കോവിഡിന് മുമ്പ്. ഇപ്പോൾ 5-1 കുട്ടിക്കാണ് മാനസിക അസ്വസ്ഥത ഉണ്ടാവുക. നമ്മുടെ രക്ഷിതാക്കൾ, നിങ്ങൾ സ്വയത്തോട് തന്നെ ചോദിക്കണം, ആർ വി റിയലി പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് ആർ സ്റ്റുഡൻസ്? നമ്മുടെ സ്കില്ല് പുതിയ കാലത്തെ കുട്ടികളെ പരിചരിക്കാൻ ഓക്കെയാണോ? അവരെ സിംറ്റംസുകൾ കണ്ടെത്താൻ ഓക്കെയാണോ? നമ്മൾ പുതിയ കാലത്തെ രക്ഷിതാക്കളാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എല്ലാ വർഷവും ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ ഐഫോൺ 17 എത്തി. കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ പേരൻ്റ് നിങ്ങളും, പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായ കുട്ടിയല്ല ഈ വർഷം ഉള്ളത്. നിങ്ങൾ പുതിയ കാലത്തെ കുട്ടികളെ പരിചരിക്കാൻ ആവശ്യമായ നിങ്ങളെ പാരൻറ്റിങ് സ്കില്ല് റെഡിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു കുട്ടി സെൽഫ് ഹാം ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധത്തോടെ ആയിരിക്കണം ഇവരെ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ലാഘവത്ത് കാണാൻ പറ്റില്ല, വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയം.